ലീഡറുടെ മകൾ BJP-യിലേക്ക് ചേക്കേറിയതിൻ്റെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും മുക്തരാക്കിയത് ഹൈക്കമാൻഡിൻ്റെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. തൃശ്ശൂരിൽ കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും സംസ്ഥാന രാഷ്ട്രീയത്തിന് ആകമാനം അതൊരു സർജിക്കൽ സ്ട്രൈക്കായി. പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് തീപാറുന്ന പ്രചാരണ നാളുകൾക്ക്. ആവേശ പോരാട്ടത്തിനപ്പുറം ഇനി കാത്തിരിപ്പിൻ്റെ നാളുകൾ. പ്രതീക്ഷകൾ പങ്കുവച്ച് കെ മുരളീധരൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. സ്വാഗതം. തൃശ്ശൂരിലെ മത്സരത്തിന് ശേഷം താങ്കൾ ആദ്യമായി തലസ്ഥാനത്തേക്ക് തിരികെ എത്തുകയാണ്. താങ്കൾ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ ഒരു പ്രസ്ഥാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇടത് വോട്ടുകൾ BJP-ക്ക് ചോർന്നിട്ടുണ്ട് എന്ന തരത്തിൽ. അതിന് മറുപടിയായി ഇടത് സ്ഥാനാർത്ഥി കൂടിയായ സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവന എന്നായിരുന്നു. അത് അനവസരത്തിലായി പോയി എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വസ്തുനിഷ്ഠമായി താഴെത്തട്ടുള്ള കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് കുറേ വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ BJP-ക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം UDF തോൽക്കുന്നല്ല. ഇവർ വോട്ട് മറച്ചെങ്കിലും അത് UDF-ൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. പിന്നെ സുനിൽകുമാർ പറയുന്ന ഈ പരാജയത്തിൽ എന്താ ഭീതിയുള്ളത് രാഷ്ട്രീയത്തിൽ? വിജയവും പരാജയവും ഉണ്ട്. അത് സുനിൽകുമാർ വിജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയത്തിൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. അത് ജൂൺ 4 കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം പരാജയം ഒരു ഭീതിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും അനുഭവത്തിൽ നിന്ന്. കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രതീക്ഷകൾക്കപ്പുറത്ത് വസ്തുതാപരമായ എന്ത് കണക്കുകളുടെ അടിസ്ഥാനം? അതായത് ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ട്, മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിൽ UDF-നെ കൈവിട്ട മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഏകീകരിച്ച് UDF-ലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ട്, പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത മുന്നോക്ക വിഭാഗങ്ങളിൽ കുറേ വോട്ടുകൾ ഇത്തവണ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ BJP-ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണോ അതോ BJP-യുടെ സംഘടനാതല പ്രവർത്തനമാണോ? ഇതിലേതാണ് അവിടെ ഒരു പോരാട്ടം? കഴിഞ്ഞ തവണ 28% കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഒരു പ്രധാന ഘടകമായിരുന്നു. പക്ഷേ ആ താരമൂല്യം ഇന്ന് അദ്ദേഹത്തിനില്ല. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിൽ നിന്ന് പരാജയപ്പെട്ടു. പക്ഷേ BJP കുറേ കൂടെ അവിടെ കുറച്ച് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ അവരുടെ വോട്ട് 20% 30% പല സർവേകളിലും സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇടതുപക്ഷ വോട്ടുകൾ മറയുന്നതുകൊണ്ടാണ്. അല്ലാതെ BJP അങ്ങനെ ശക്തി പ്രാപിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലാണ് എന്നാണ്. അതെ, ഇടനെഞ്ചിലോ വലനെഞ്ചിലോ ആവട്ടെ, അദ്ദേഹം ഏതായാലും MP ആവില്ല. തൃശ്ശൂർ എന്നാൽ MP ആവില്ല, അക്കാര്യം ഉറപ്പാണ്. ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് BJP നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പല രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 2 തവണ തൃശ്ശൂരിൽ തന്നെ എത്തി. പക്ഷേ ആദ്യ ഘട്ടത്തിൽ താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ആ ഒരു ആവേശം ദേശീയ നേതാക്കൾ അവിടേക്ക് വരുന്നതിൽ ഒരു കുറവുണ്ടായത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിക്കുന്ന സാഹചര്യം ഇല്ല. അവിടെ DK ശിവകുമാറാണ് വന്ന ഒരു ദേശീയ നേതാവ് എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ റാലി പോലും അദ്ദേഹം ക്യാൻസൽ ചെയ്തു. അവർ രണ്ടുപേരെയും മാത്രമേ അവിടെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ ആലപ്പുഴയും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള യോഗങ്ങളാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ വരാത്തതിൻ്റെ ഒന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി വന്നാൽ കുറേ കൂടെ ഒരു താങ്കൾ അതിന് ആവശ്യപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരണം എന്നുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞാൻ തന്നെ വരാം എന്ന് അദ്ദേഹം കൂടെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളതിൻ്റെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കാരണമാണ് അദ്ദേഹം വരാത്തത്. അല്ല, അവിടെ അപ്പോൾ കോൺഗ്രസിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഈ DK ശിവകുമാർ അപ്പുറത്തേക്ക് ആരാണ് താങ്കൾക്ക് ഏറ്റവും ആവേശം പകരുന്നത്? അല്ല, ആവേശം പകരുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പിന്നെ പെട്ടെന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനും കഴിഞ്ഞില്ല. കാരണം 21-ാം തീയതിയാണ് അദ്ദേഹം 20-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ അടിച്ച് കിടപ്പായത്. 21-ാം തീയതി ഇന്ത്യ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. 22-ഉം 23-ഉം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. പിന്നെ 24-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അല്ല, അന്ന് ദേശീയ നേതാക്കന്മാരെ കൊണ്ടുവരുന്നത്
സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രയാസമാണ്. കാരണം കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം ദേശീയ നേതാക്കന്മാരെ കൊണ്ടുവരാൻ സെക്യൂരിറ്റിക്കാർ സമ്മതിക്കില്ല. ഈ കോൺഗ്രസിൻ്റെ ആഗമനം തൃശ്ശൂരിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകുമെന്നാണ്? കേരളത്തിൽ ഒരു സീറ്റും തള്ളിക്കളയാനില്ല. 2020 അതിൻ്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും? അല്ല, അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മൈനോറിറ്റിയുടെ വോട്ടുകൾ കേന്ദ്രത്തിൻ്റെ ഇലക്ഷനാകുമ്പോൾ ക്രോഡീകരിക്കപ്പെടും. അത് ആരുടെയും ക്രെഡിറ്റോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മറ്റേ പ്രത്യേക വ്യക്തിപ്രഭാവമല്ല എന്നാണ്. വ്യക്തിപരമല്ല, സ്വാഭാവികമായിട്ടും കേന്ദ്രീകരിക്കും. പക്ഷേ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നു. അത് നിന്നു എന്ന കാര്യം താങ്കൾക്ക് ഉറപ്പാണ്? ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. തിരിച്ചടി എവിടെയെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? അല്ല, അങ്ങനെ തിരിച്ചടിയുടെ സാധ്യതയില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇലക്ഷനിൽ എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു വരില്ല. ചില കഴിഞ്ഞ തവണ തന്നെ ആലപ്പുഴ ആരാ പ്രതീക്ഷ ആലപ്പുഴ പോകുന്നു. 2020 എന്നുള്ള ലക്ഷ്യത്തിലെത്തിയപ്പോൾ 19-ലെത്തിയപ്പോൾ ഒന്ന് പോയി. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ സംഘടനാ തലത്തിൽ കോൺഗ്രസിനുള്ളിൽ ദൗർബല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഈ പ്രചാരണ വേളയിലുണ്ടാകും? അത് താഴെ തട്ടിൽ ഒന്നും കൂടെ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ലോക്സഭയിലൊക്കെ, പക്ഷേ ഒരു നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കുറേ കൂടെ ബൂത്തുകൾ ഊർജ്ജസ്വലമാവണം. അതിന് ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം പാർട്ടി കൂടുമല്ലോ, സംസ്ഥാന നേതൃത്വം കൂടുമല്ലോ. അപ്പോൾ അതിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ തുടർച്ചയായി കോൺഗ്രസ് രണ്ടാമതും നിയമസഭയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് കെ സുധാകരനെ KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പുനഃസംഘടനയുമായി മുമ്പോട്ട് പോകുന്നതിൽ കൃത്യമായൊരു ഫലം കാണാൻ കഴിയാതെ പോയ ഒരു സാഹചര്യമുണ്ട് എന്നൊരു വിലയിരുത്തൽ പല കേന്ദ്രങ്ങളിൽ വരുന്നുണ്ട്. അതിൽ എന്താണ് വസ്തുത? അല്ല, ഇപ്പം അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ വളരെ നല്ലതായിരുന്നു. അതായത് മറ്റേ കോൺഗ്രസ് യൂണിറ്റുകൾ, താഴെത്തട്ടുള്ള CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ. പക്ഷേ അത് നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സ്കീം സക്സസ് ആയില്ലെങ്കിൽ ആരെങ്കിലും തലയിൽ വെച്ച് കിട്ടുന്നത് ശരിയല്ല. കാരണം അത് പാർട്ടിക്കകത്തുള്ള ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ആ സജഷൻ ഇനി ഏറ്റെടുത്ത് നടപ്പാക്കുക, അല്ലാതെ കഴിഞ്ഞു പോയാൽ ആരെങ്കിലും തലയിൽ കുറ്റം ചാർത്തുകയല്ല വേണ്ടത്. ഭാവിയിൽ CUC മുഖാന്തരം കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുക, അതിനായിരിക്കണം ഇനി ഈ ഇലക്ഷന് ശേഷമുള്ള അടുത്ത നടപടി എന്ന് പറയും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് കണ്ണൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമ്മതം പോലും സ്വീകരിക്കാതെ. അല്ല, അതൊക്കെ അതിലൊന്നും പറയുന്നതെന്ന് അർത്ഥമൊന്നുമില്ല. മേലെ തട്ടിൽ മാറിയതുകൊണ്ടല്ല ഇവിടെ വേണ്ടത്, താഴെ തട്ടിൽ പാർട്ടിനെ ശക്തിപ്പെടുത്തണം. അല്ലാതെ X മാറി Y വന്നുകൊണ്ടൊന്നും എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത് CUC ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാതെ ഈ മേലെ തട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് കാര്യമില്ല. താഴെ തട്ടിൽ പാർട്ടി ഉണ്ടാവും. ഈ തൃശ്ശൂരിലേതിന് സമാനമായ തരത്തിൽ താങ്കൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. താങ്കൾ നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അല്ല, അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നതായിട്ട് എനിക്കറിയില്ല. ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുക. നമ്മൾ എന്തൊക്കെ അസസ്മെൻറ്റ് നടത്തിയാലും ജനങ്ങൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ രീതിയിൽ കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഏത് സ്ഥാനാർത്ഥിയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും തോൽക്കുന്നു പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇപ്പോൾ തന്നെ തൃശ്ശൂർ 7 ലീഡ് ചെയ്യുന്നതാണ് LDF പറയുന്നത്. എനിക്കറിയാം എന്താണ് അതിൻ്റെത്. ഞാൻ പറഞ്ഞ 5 ഞാൻ ലീഡ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കാടും നാട്ടികയിലാണ് LDFന് അല്ലെങ്കിൽ BJPക്കോ കുറച്ച് മുൻതൂക്കം വരാൻ സാധ്യത. ബാക്കി 5 നല്ല ഭൂരിപക്ഷം UDFന് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ള നമുക്ക് ജൂൺ 4-ാം തീയതി എണ്ണിയാലേ പറയാൻ പറ്റും. അല്ല, ഏതെങ്കിലും തരത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാജയം രുചിക്കേണ്ട സാഹചര്യം വന്നാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി പിന്നീട്? അത് എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഞാൻ അത്ര വലിയ വറിയിടൊന്നുമല്ല. എന്താ പറയേണ്ടത്, മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
കോൺഗ്രസ് വിട്ടൊരു കളിക്ക് കെ മുരളീധരൻ നിൽക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അല്ലെ, ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിലുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് താങ്കൾ മത്സരിച്ച് വിജയിച്ചാൽ സ്വാഭാവികമായി താങ്കൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന എല്ലാ തരത്തിലുള്ള പൊതു സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് ലോക്സഭയിലേക്ക്. താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ഇപ്പോൾ? ഇനിയില്ല. ഇനി കാരണം തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് MP എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം തന്നെയായിരിക്കും. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് വരണമെന്ന ആഗ്രഹമില്ലേ? എന്തായാലും 5 കൊല്ലത്തേക്കില്ല. 5 കൊല്ലത്തേക്ക് ഇനി ഇലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രമാത്രം സുനിശ്ചിതമാണ് വിജയിക്കുമെന്ന കാര്യം? വിജയിക്കുന്ന വിശ്വാസം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും എല്ലാ ഇലക്ഷനും നിൽക്കാനെന്നുള്ള ഏർപ്പാട് ഇനിയില്ല. അത് ആ തീരുമാനത്തിന് പിന്നിൽ ആരോഗ്യ കാരണങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും? അല്ല, എല്ലാ ഘടകങ്ങളും ഉണ്ട്. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചു. പക്ഷേ ഇങ്ങനെ എപ്പോഴും ഇലക്ഷൻ നിൽക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓക്കെ, വ്യക്തിപരമായ ഒരു കാര്യം കൂടി. താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതിനു ശേഷമോ നിങ്ങൾ പരസ്പരം കാണുന്ന ഏതെങ്കിലും സാഹചര്യം? ഒരിക്കലും കണ്ടിട്ടില്ല ഇതുവരെ. ഫോണിൽ വിളിച്ചിരുന്നു? ഇല്ല. കുടുംബാംഗങ്ങളുമായിട്ട്? ഇല്ല. ഒരു തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിൽ നിന്ന് പുറകോട്ട് മാറുന്ന ആളല്ല. ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. അല്ല, രക്തബന്ധം തന്നെയാണ്. രക്തബന്ധമാണെങ്കിൽ പോലും ഒരു പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ചതിച്ചു പോയതാണ്. അത് ശരിയല്ല. പത്മജയോടുള്ള താങ്കളുടെ അവർ പോയ സമയത്തുള്ള അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനി ഒരു ബന്ധവും ഇല്ല. അത് ആ കാര്യത്തിലൊക്കെ നമ്മൾ സാധാരണ പറയും, വീട്ടിലെ രാഷ്ട്രീയം പറയാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീടും രാഷ്ട്രീയമൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കെ കരുണാകരൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതവും രാഷ്ട്രീയം ഒന്നു തന്നെയാണ്. അല്ല, ഈ പത്മജ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വസ്തുതയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷൻ്റെ അതൊക്കെ ഞാൻ പറയും, 1 കോടി രൂപ പിരിഞ്ഞ് കിട്ടിയതിന് ശേഷമാണല്ലോ അവർ പാർട്ടിയിൽ നിന്ന് പോയത്. 1 കോടി രൂപ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചതല്ലേ, അല്ലാതെ നായ പൈസ പിരിക്കാതിരുന്നിട്ടില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് ED ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെന്നും അതിൽ ഭയപ്പെട്ടാണ് അവർ BJPയിലേക്ക് ചേക്കേറിയത് എന്നും ഒക്കെ. ഞാൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയരുതല്ലോ. അങ്ങനെ ED ചോദ്യം ചെയ്യുന്നതുകൊണ്ട് പേരിൽ പോകുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ അവരുടെ കാര്യത്തിൽ അതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും വീഡിയോ വന്നായിട്ടൊന്നും ഈ പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട്. ഫോണിൽ വിളിച്ച് ഒരു സൂചനയും തന്നിട്ടില്ല. ചർച്ച ചെയ്തു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് കാലത്ത് ഫ്ലാഷ് വരുന്നത്. ആ സമയത്താണ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ബ്ലോക്കാണ്. പിന്നെ വിളിക്കാൻ പോയിട്ടില്ല. നമ്മൾ അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സൂചന പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ വന്ന് നിങ്ങൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടപ്പോഴാണ് ഞാൻ അവരെ വിളിക്കാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് മുതൽ ബ്ലോക്കാണ്. അതായത് സഹോദരനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെ, തലേന്ന് തന്നെ തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിന് മീഡിയേറ്റർ ആയത്? അല്ല, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം ഏതായാലും പോകേണ്ട കാര്യം. ഞാൻ പറയാം, മീഡിയേറ്റർമാരങ്ങനെ വന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഒരു സംശയം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ BJPയാണ് വീണ്ടും അധികാരത്തിൽ എത്തുന്നതെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളിൽ പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങളും BJPയിലേക്ക് എത്തുമെന്നാണ് BJP നേതാക്കൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും കേരളത്തിൽ BJPക്ക് വളർച്ചയില്ല. ഒരു ഇലക്ഷന് ചിലപ്പോൾ ശതമാനം കൂടി അടുത്ത ഇലക്ഷന് താഴോട്ട് പോകും. നിയമസഭയിലേക്ക് തന്നെ അക്കൗണ്ട് തുറക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഷാഫി പറമ്പിലിൻ്റെ സാധ്യത എത്രത്തോളമാണ് നടന്നത്? മിനിമം 50,000 വോട്ടിന് അധികം ജയിക്കും. മിനിമം. അത് ഏത് കഴിയുമ്പോൾ 1 ലക്ഷം വരെ പോകാം. വടകരയിൽ നിന്ന് താങ്കൾക്ക് മാറേണ്ടി വന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിമർശനം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അതിൽ പാർട്ടി പറഞ്ഞു മാറി. പാർട്ടി അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു, പോയി മത്സരിച്ചു, ജയിച്ചു. തൃശ്ശൂർ ഒരു സാഹചര്യം വന്നപ്പോൾ തൃശ്ശൂർക്ക് മാറണമെന്ന് പറഞ്ഞു മാറി. അതിപ്പോൾ പാർട്ടിയല്ലേ എന്നെ ഇത്രയും വരെ എത്തിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നു? ഇല്ല, ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അമേത്തിയിൽ സ്ഥാനാർത്ഥിയതിന് ശേഷമാണല്ലോ കഴിഞ്ഞ വയനാട്ടിൽ വന്നത്. അന്ന് എല്ലാവർക്കും അറിയായിരുന്നു അമേത്തി ജയിച്ചു കഴിഞ്ഞാൽ വയനാട് ഒഴിയുമെന്ന് അറിയായിരുന്നു. പക്ഷേ അത് അറിഞ്ഞിട്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇത്തവണയും അവരുടെ തീരുമാനം
തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. പിന്നെ റായ്ബറേലിയിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അന്ന് ആലോചിക്കാനാണ്, റിസൾട്ട് വരട്ടെ. അല്ല, സ്വാഭാവികമായി അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതിനോട് കെ മുരളീധരൻ്റെ നിലപാടെന്ന്. അല്ല, അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത എത്രത്തോളമാണ് എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും, നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും. താങ്കൾ തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ അത് ബൾക്കായിട്ട് കോൺഗ്രസിന് ലഭിക്കുമെന്നാണ്, UDF ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായി ഇത് തന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത്. 2019 അങ്ങനെ സംഭവിച്ചു. അതിന് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടായി. അന്ന് കോൺഗ്രസ് പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2019 പാഠം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ബൂത്തുകൾ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ടല്ല പഞ്ചായത്തിലുണ്ടാവുക. എന്നാൽ പഞ്ചായത്തിൻ്റെ റിസൾട്ട് ഇപ്പോൾ അസംബ്ലീനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം രണ്ടും തമ്മിൽ 3 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. രണ്ടും സംസ്ഥാന വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുക. ലോക്കൽ ബോഡി ഇലക്ഷനിലും സംസ്ഥാന നിയമസഭാ ഇലക്ഷനിലും സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ കൂടുതൽ ജാഗ്രത പാർട്ടി പുലർത്തണം. അല്ല, അങ്ങനെയാണെങ്കിൽ LDFൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തി കാണിച്ചത് ഒരു മുഖത്തെ, ഒരു സിംഗിൾ ഫേസിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP എങ്ങനെയാണോ കേന്ദ്രത്തിൽ മോദിയെ മുഖമായി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, സമാനമായ തരത്തിൽ പിണറായി വിജയനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് അവർക്ക് വലിയ തരത്തിൽ നേട്ടമാകുന്ന കാഴ്ചയാണ് 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സ്വാഭാവികമായി കോൺഗ്രസ് അങ്ങനെ ഒരു മുഖം കാണിക്കാൻ വിമുഖത കാട്ടുന്നത് ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്, ഒരു കാലത്തും കോൺഗ്രസ് അങ്ങനെ ഒരു മുഖം ഉയർത്തി കാണിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ നടന്ന പണ്ട് കാലത്ത് എല്ലാവർക്കും അറിയുന്നത് കെ കരുണാകരനാണ് മുഖ്യമന്ത്രിയാവുക. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഉയർത്തി കാണിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം AK തന്നെയാണ് മുഖ്യമന്ത്രിയാവുക എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ആ മുഖം ഉയർത്തി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 2016 ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാവുക എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ മുഖം ഉയർത്തി കാണിച്ചിട്ടില്ല. അത് ഞങ്ങൾ ഒരു കാലത്തും കേരളത്തിലോ സംസ്ഥാനങ്ങളിലോ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ അതിന് ശേഷം 2021 വരുമ്പോൾ ആരാകും മുഖ്യമന്ത്രിയാകുക എന്ന് താങ്കൾ പറഞ്ഞ ആ ഒരു അത് ആ കണക്ക് ക്രമമായി പറയുമ്പോൾ ആരാകും മുഖ്യമന്ത്രിയാകുക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോഴാലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി ഈ സമയം പെട്ടെന്നാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടതും അത്തരത്തിൽ തന്നെയാണ്. വിലയിരുത്തലുകളൊക്കെ അവർ തുടങ്ങി. BJP മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ തരത്തിൽ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏതായാലും പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിയെ സജ്ജമാക്കുക, അതാണ് നമ്പർ 1. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മുഖം ഉയർത്തി കാണിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനമെടുക്കും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ എത്ര മാർക്ക് കൊടുക്കുന്നു താങ്കൾ? പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം 101% നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടത്. പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യ ചുമതല നിയമസഭയിലാണ്. അതിൽ 100-ൽ മാർക്കും അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ താങ്കൾ പിന്തുണയ്ക്കും? അത് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് ഞാൻ പറഞ്ഞില്ല, പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ ഒരു പാർലമെൻറ്റ് ഇലക്ഷന് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്തല്ല നിയമസഭയിലേക്ക് ആരെ നിശ്ചയിക്കണം തീരുമാനിക്കുക. തൻ്റേതല്ലാത്ത കാരണത്താലാണ് പ്രതിപക്ഷ സ്ഥാനം മാറിക്കൊടുക്കേണ്ടി വന്നത് എന്ന പരിഭവം രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴുമുണ്ട്. അദ്ദേഹം അത് പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ്. രമേശ് ചെന്നിത്തല തഴയപ്പെട്ടു എന്ന ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? അങ്ങനെ ആരും തഴയപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ കഴിഞ്ഞ അസംബ്ലിയിൽ തോറ്റതിന് ഏതെങ്കിലും നേതാക്കന്മാരെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്ന് കോവിഡ് വ്യാപനം കേരളത്തിൻ്റെ മുഴുവൻ സിറ്റുവേഷനും മാറ്റിമറിച്ചു. കാരണം ഒരു യോഗ നടത്താൻ നിവർത്തിയില്ല, ഒരു പൊതുയോഗം നടത്താൻ നിവർത്തിയില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ശേഷം ഏതാണ്ട് 3ഓളം മൈക്ക് ഓപ്പറേറ്റർമാർ കേരളത്തിൽ സൂയിസൈഡ് ചെയ്തു. എന്താ കാരണം? ഒരു പഞ്ചായത്ത് ഇലക്ഷനും ഒരു നിയമസഭാ ഇലക്ഷനിലൊക്കെ നല്ല വരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷിച്ച് ലോണെടുത്ത് ഈ സംരംഭം തുടങ്ങിയ ആളുകൾക്ക് ഈ 2 എണ്ണത്തിലും ഭീമമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു.
ഒരാൾ തിരുവനന്തപുരത്ത് തന്നെയാണ്, എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിൽ വട്ടിയൂർക്കാവിലാണ് ഒരാൾ, പട്ടത്ത് ഒരാളാണ് ആദ്യം സൂയിസൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെ 3ഓളം പേർ ഔദ്യോഗിക റെക്കോർഡ് അനുസരിച്ച് തന്നെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു പൊതുയോഗം നടത്താനോ ഒന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാനന്ന് നിയമത്വം അനുസരിച്ചിരുന്നല്ലോ, ഒരു പൊതുയോഗമായിട്ടൊന്നും നടന്നില്ല. ഒരു കാര്യം, വട്ടിയൂർക്കാവ് എന്ന പേര് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മുരളീധരൻ വന്നാലേ ഈ മണ്ഡലം ഇനി പിടിക്കാൻ കഴിയൂ എന്നൊരു സംസാരമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ വിജയിച്ച് MP ആയി കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് വേറെ മത്സരമില്ല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കണ്ടത്. അല്ലാതെ EP ജയരാജൻ പേഴ്സണലായിട്ട് BJPയിലേക്ക് പോകാനാണ് ചർച്ച നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ ചർച്ച നടത്തിയെന്ന് കോൺഗ്രസ്? അതായത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ജയരാജൻ തന്നെ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് കരുവണ്ണൂർ നിങ്ങളെന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചു, എന്തിനാണ് ലാവലിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചു. അതിനൊക്കെയുള്ള മറുപടിയാണല്ലോ ജാവേദ്കർ പറഞ്ഞത്, തൃശ്ശൂർ ജയിപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, ഈ 2026 നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയനെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ BJPയുടെ ലക്ഷ്യം എന്തായിരിക്കും? BJPയുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കാൻ കേരളത്തിൽ അവരെ കൊണ്ട് കഴിയില്ല. അതിന് പിണറായിനെ കൂട്ടുപിടിച്ച് ഒരു ടേമും കൂടെ കോൺഗ്രസ് തോറ്റാൽ ഇവിടെ ആ പകരം കയറി വരാമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ പിണറായിനെ സഹായിക്കുന്നത്. ഈ കാര്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ നല്ല പ്രചരണം കഴിഞ്ഞ പാർലമെൻറ്റിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് പിണറായിയുടെ അന്ധമായ രാഹുൽ ഗാന്ധി വിമർശനം ഇതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ പ്രവർത്തനം മുരളീധരൻ എങ്ങനെയാണ് നോക്കിയത്? അദ്ദേഹം 101% പരാജയപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. കാരണം ആർക്കും ഒരു സംരക്ഷണമില്ലാത്ത ഫീലിംഗാണ്. KSRTC ഡ്രൈവർക്ക് പോലും സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ്. പാർട്ടി അജണ്ട നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇതിന് വലിയ വില പാർട്ടി കൊടുക്കേണ്ടി വരും. ഒരു മേയർ എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയാണ്. അവരോട് മോശമായ രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് അവർ അങ്ങനെ വാഹനം ക്രോസ് ചെയ്ത് നിർത്തിയതെന്നാണ് ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾ. അല്ല, അത് ഒരു കാര്യം വ്യക്തമാണ്, ട്രാഫിക് റൂള് ആരാണെങ്കിലും പാലിച്ചേ മതിയാവും. അത് മേയർ പാലിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ, പാർട്ടി അവരെ സംരക്ഷിക്കുന്നു. അത് ആര്യ രാജേന്ദ്രന് മാത്രമല്ല, ഏത് CPMകാരൻ നിയമം ലംഘിച്ചാലും അതിനെ പാർട്ടി ഓൺ ചെയ്യുകയാണ്. അല്ല, ട്രാഫിക് നിയമം മാറിക്കോട്ടെ, അവർ അതിന് ഫൈൻ അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളോട് നടക്കുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ, അതിനെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും താങ്കൾ ആ ഒരു നിലപാടിനോട് യോജിക്കുന്നുണ്ട്? അല്ല, സൈബർ ആക്രമണം അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല. CPMൻ്റെ സൈബർ ആക്രമണമൊക്കെ അതിനേക്കാൾ ഹീനമായിട്ടാണ്. എത്ര KK രമയ്ക്കെതിരായിട്ടൊക്കെ എന്തുമാത്രം സൈബർ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഒന്നും ആരും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. അവരെന്തൊക്കെ പറഞ്ഞു അവരെക്കുറിച്ച്? രമയെക്കുറിച്ച് ആർക്കും എന്തും പറയാം, കുഴപ്പമില്ല. ആര്യ രാജേന്ദ്രനെക്കുറിച്ച് പറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെടണം? ഈ ശൈലജ ടീച്ചർക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത് അതിലെന്ത് വസ്തുതയുണ്ടെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ? ഞാൻ പറയാം, അതിൽ ടീച്ചർ ചെയ്ത് വലിയൊരു അപരാധം. ഈ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത് CPMകാരുണ്ടാക്കിയതാണ് ഈ കാഫർ എന്നുള്ള പ്രയോഗം. ഒരിക്കലും വടകരയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിട്ടില്ല. വടകരയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷവും ഹിന്ദു MPമാരും MLAമാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുസ്ലിം ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരൊക്കെ ജനപ്രതിനിധികളായത്. അങ്ങനെയില്ലാത്തൊരു ചിന്താഗതി ഇപ്പോൾ ഒരു വിഭാഗത്തിന് വന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇലക്ഷനിൽ മാന്യമായിട്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുക, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ടീച്ചർക്ക് 60,000 വോട്ടിന് ഹയസ്റ്റ് ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിൽ ജയിച്ചത് ഒരു ഇമേജായിട്ട് അവർ കണക്കാക്കുകയാണ്. അല്ല, ഞാൻ ആ കഴിവ് അത് അവർ ജയിച്ചു കഴിഞ്ഞാണ്, അത് നമ്മൾ വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനം അംഗീകരിച്ചാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അതേ ജനത്തിന് തിരിച്ച് അവരെ തോൽപ്പിക്കാനും കഴിയും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന് പകരം ഈ വെറുതെ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്തിട്ടുണ്ടാകാൻ വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വടകരയിൽ അത്തരത്തിലൊരു വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നടന്നതെന്നാണ് താങ്കൾ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത്, മലബാറിലെ ഞങ്ങളൊക്കെ ജയിച്ചു വന്നതിൽ മഹാഭൂരിപക്ഷം ഹിന്ദു ജനപ്രതിനിധികളാണല്ലോ. ഞങ്ങളെങ്ങനെയാണ് ജയിച്ചു വന്നത്? അവരുടെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുണ്ടല്ലേ. കാസർഗോഡ് രാജമോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ സുധാകരൻ, വടകരയിൽ ഞാൻ,
കോഴിക്കോട് MK രാഘവൻ, അതുപോലെ തന്നെ പാലക്കാട് ശ്രീകണ്ഠൻ, അവിടെയൊക്കെ മുസ്ലിം വോട്ട് നിർണായകമല്ലേ? അവരൊരിക്കലും ജാതി നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം കൂടി, വടകരയിൽ താങ്കൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ പത്മജ BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അണികൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ അത് വലിയ തരത്തിൽ പ്രചാരണമാകുകയും അത് താങ്കളുടെ ജയസാധ്യതയെ വടകരയിൽ ബാധിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണമുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു വസ്തുതയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞാണ് ഞാൻ തന്നെ മത്സരിക്കണം. ചുവരെഴുത്ത് വരെ തുടങ്ങിയതല്ലേ. പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം? അതായത് തൃശ്ശൂരിൽ എന്തെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ അങ്ങോട്ട് മാറാൻ പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂരിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതാപന് വേണ്ടി ചുവരെഴുതിയതിന് ശേഷമാണ് താങ്കളുടെ പേര് അവിടെ താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായി ഈ TN പ്രതാപൻ അത്തരം ഒരു കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അറിയാതെ ആ ഒരു ചുവരെഴുത്ത് തുടങ്ങുമെന്ന് താങ്കൾക്ക് അല്ല, അത് ചുവരെഴുതിയതിന് പ്രതാപനെ കുറ്റം പറയണ ഞാൻ എഴുതിയില്ലേ ചുവര് വടകരയിൽ? ഞാൻ എഴുതിയല്ലോ. ഞാൻ എഴുതി ഏതാണ്ട് വാൾപോസ്റ്റ് വരെ അടിച്ചു വെച്ചതാണ്. ഏതാണ്ട് ഒട്ടിക്കാൻ തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് മാറ്റിയത്. അതൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാവും. എത്ര പേരുടെ മുമ്പ് വടകരയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. 71 ലീലാദാമോദരം എൻ്റെ ചുമര എഴുതിയിട്ട് മായ്ച്ച് KP ഉണ്ണീഷ്ണൻ എഴുതേണ്ടി വന്നിട്ടില്ല. ഇത് ഇന്ന് നിലയിൽ തുടങ്ങിയെന്നല്ലേ മുമ്പേ ഉണ്ടതൊക്കെ. അല്ല, ഒരു കാര്യം കൂടി, 2021 നേമത്ത് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാൻ താങ്കളെ അവിടെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നു. തൃശ്ശൂരിൽ BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന, BJPയുടെ ദേശീയ നേതൃത്വം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് പൂട്ടിക്കാൻ മുരളീധരനെ അവിടേക്ക് എത്തിക്കുന്നു. സ്വാഭാവികമായി അത് വ്യക്തിപരമായി രാഷ്ട്രീയമായി താങ്കൾക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകും? അതിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടവും കോട്ടവും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടിയുടെ ഒരു ഐഡിയോളജി ഉണ്ട്, BJP. ആ ലൈൻ തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നമ്മുടെ നേട്ടം നോക്കരുത്. ഇത്രയൊക്കെ നേട്ടം പാർട്ടിയിൽ കാരണം കിട്ടിയില്ലേ? ഏതാണ്ട് 4 ടേം MP ആയി, 2 ടേം MLA ആയി. അതൊക്കെ പാർട്ടി കൊണ്ട് കിട്ടിയതല്ലേ. അതായത് സംസ്ഥാനത്തേക്ക് മുരളീധരൻ ഇനി തിരികെ വരികയില്ല എന്നൊരു നിലപാടാണ്. തീർച്ചയായിട്ടും. താങ്കൾക്കപ്പം സ്വാഭാവികമായി നേരത്തെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിലൊക്കെ താങ്കളോട് ഹൈക്കമാൻഡ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനുള്ള ആഗ്രഹം താങ്കൾക്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ്. അത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പ്രസക്തിയില്ല. ആ നിലപാട് മാറ്റത്തിൻ്റെ കാരണം എന്താണ്? ഇപ്പം പാർലമെൻറ്റിലേക്ക് നിയോഗിച്ചു. ഇനി ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ MP ആയി. ഇനി ഒരു ബൈ ഇലക്ഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് നിർബന്ധം ഉണ്ടാക്കാൻ. ഓക്കെ, എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം അത് ജൂൺ 4 വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.